ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ ദിനമാണ് ജൂൺ 29. പാശ്ചാത്യ പൗരസ്ത്യ അപ്പോസ്തോലിക സഭകളെല്ലാം തന്നെ ഈ ദിനം ഈ പിതാക്കന്മാരുടെ പെരുന്നാൾ ദിനമായി ആചരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവൻ്റെ സുവിശേഷം ഉച്ചൈസ്വരം പ്രഘോഷിച്ച രണ്ട് ശ്രേഷ്ഠ പിതാക്കന്മാർ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതിന് ശേഷം അവർ അനുഭവിച്ച യാതനകൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, അവർ അനുഭവിച്ച തടവറകൾ, ഏറ്റവും അവസാനം അവർ രക്തസാക്ഷികളായി തീർന്നത് എല്ലാം സമാനതകൾ നിറഞ്ഞതായിരുന്നു. അവരുടെ സുവിശേഷ ദൗത്യത്തിൻ്റെ അടിസ്ഥാനം രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, ഉദ്ധിതനായ യേശുക്രിസ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പരിശുദ്ധനായ പത്രോസ് ഇപ്രകാരം സൂചിപ്പിക്കുന്നു: ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു: യാക്കോബിനും അപ്പോസ്തലന്മാർക്കും ശേഷം പിന്നെ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഈ രണ്ട് പിതാക്കന്മാരും നമ്മെ പഠിപ്പിക്കുന്നത് സുവിശേഷ ദൗത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ, അതിന്റെ ഊർജം എന്ന് പറയുന്നത് ക്രിസ്തു, ഉദ്ധിതനായ ക്രിസ്തുവിനെ ദർശിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഇവിടെ സുവിശേഷ ദൗത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് പഴയ നിയമ വേദ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണ്. പലപ്പോഴും നാം വിസ്മരിച്ചു പോകുന്ന ഒന്നാണ് പഴയ നിയമം. പഴയ നിയമ വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന മശിഹ ക്രിസ്തുവാണെന്ന് യഹൂദന്മാരെയും ഇസ്രായേൽ ജനതയും ഈ ലോകത്തെയും പഠിപ്പിക്കുകയായിരുന്നു ഈ പിതാക്കന്മാർ. ഈ പിതാക്കന്മാരുടെ ഓർമ്മ ദിനത്തിൽ അവർ നമ്മളോട് പങ്കുവെക്കുന്ന, നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നാം എന്തിനാണ് ക്രിസ്തുവിനെ പിൻപറ്റുന്നത്? വൈ ഡു വി ഫോളോ ക്രൈസ്റ്റ്? ഈ ചോദ്യത്തിന് ഉത്തരം ഇവർ രണ്ടുപേരും നൽകുന്നുണ്ട്. അനേകം ലേഖനങ്ങൾ എഴുതിയ ഈ പിതാക്കന്മാരുടെ ലേഖനങ്ങളിൽ തന്നെ അതിന് ഉത്തരമുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ ഇപ്രകാരം സൂചിപ്പിക്കുന്നു: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നമ്മൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നതാണ്: അവൻ്റെ അടിപ്പിണരാൽ നമ്മൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നു, നമ്മുടെ വേദനകളെ അവൻ വഹിച്ചു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം സൂചിപ്പിക്കുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട തിരുവെഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ രണ്ട് പിതാക്കന്മാരും സൂചിപ്പിക്കുന്നത് ഒരേ കാര്യമാണ്: കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. നാം അതിനാണ് അവനെ പിൻപറ്റുന്നത്. അതാണ് യഥാർത്ഥ സുവിശേഷം. രണ്ടാമത്, ഈ പിതാക്കന്മാർ എന്തിനാണ് നാം ക്രിസ്തുവിനെ പിൻപറ്റുന്നതെന്ന് നമ്മുടെ ലേഖനത്തിലൂടെ വീണ്ടും പഠിപ്പിക്കുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ആശങ്കകളിലും നിറഞ്ഞു മുൻപോട്ട് പോകുമ്പോൾ പൗലോസ് ശ്ലീഹ സമാനമായിട്ട് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം സൂചിപ്പിക്കുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പിതാക്കന്മാർ സുവിശേഷ ദൗത്യത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ നമ്മെ പഠിപ്പിക്കുകയാണ്, യഥാർത്ഥ സുവിശേഷത്തിൻ്റെ ഭാഗമാണ് ക്രിസ്തുവിൽ പരിപൂർണമായി ആശ്രയിക്കുക. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതും അവനെ പിൻപറ്റുന്നതും അവൻ്റെ സുവിശേഷം അറിയിക്കുന്നതും അവൻ നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അത് വിശ്വാസം, ആ സ്നേഹം. രണ്ടാമത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തു തുടർന്നും നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇരുന്ന ആകുലതകളും വേദനകളുടെ മധ്യത്തിൽ നമ്മളെ നയിക്കും എന്ന പൂർണ്ണമായ ബോധ്യം. ഈ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ ദിനത്തിൽ സധൈര്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, ഭയാശങ്കകളില്ലാതെ, ആകുലതകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ എല്ലാ ചിന്തകളും അവനിൽ ഇട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.